പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി നമുക്ക് അതിൻ്റെ പിൻഭാഗത്തുള്ള ചില അർത്ഥങ്ങളും മറ്റും മനസ്സിലാക്കാം. തേൻ, ഹണി, തേനീച്ച, ബി. ഫലങ്ങൾ, ഫ്രൂട്ട്സ്. നാഥൻ, ലോഡ്. കീഴ്പ്പെടുത്തുക, സറണ്ടർ. വയർ, ബെല്ലി. ശമനം, ക്യൂർ. ദൃഷ്ടാന്തം, അലഗരി. അന്തരീക്ഷം, എയർ. താരങ്ങൾ, സ്റ്റാർസ്. ഏകൻ, ഡോൺ. ആശ്രയിക്കുക, ഡിപ്പെൻഡ്. സൃഷ്ടാവ്, ക്രിയേറ്റർ. അതിനുശേഷം നമുക്കവിടെ കാണാം നഖറഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നഹ്ലത്തുൻ, തേനീച്ച. സമറത്തുൻ, ഫലം. ബൈത്തുൻ, കൂട്. ജബലുൻ, മല. ഷജറത്തുൻ, മരം. അസ്വലുൻ, തേൻ. ഷിഫാഉൻ, ശമനം. ആയത്തുൻ, ദൃഷ്ടാന്തം. ഷുറാബുൻ, പാനീയം. നഖ്ലത്തുൻ, ഈന്തപ്പന. ബി. വിദഗ്ധൻ, കഴിവുള്ളവൻ. അച്ചടക്കം, നിയമത്തിനനുസരിച്ച് ജീവിക്കൽ. ദൃഷ്ടാന്തം, തെളിവ്. നിരാശ്രയൻ, മറ്റാരെയും ആശ്രയിക്കാത്തവൻ. ഇനി നമുക്ക് വർക്ക് ബുക്ക് എടുത്ത് അതിലെ ചോദ്യങ്ങളും മറ്റും മനസ്സിലാക്കാം. നുകഫിറു, നുഫക്കിറു, വനജിദു. 1. ആകാശലോകത്തെ സൃഷ്ടികൾ. കണ്ടോ കൂട്ടുകാരെ? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ. 2. കരയിലെ ജീവികൾ. ആട്, ആന, മനുഷ്യൻ, ഒട്ടകം, പശു, കഴുത, മുയൽ, പുലി, സിംഹം, ജിറാഫ്. ഇനി നമുക്ക് മറിക്കാം. 3. കടലിലെ ജീവികൾ. മത്സ്യം, ആമ, ആന, കുതിര, പാമ്പ്, ഡോൾഫിൻ. ഇനി നസ്വിലു വനഖറ, ചേർത്ത് വായിക്കുക. അല്ലാഹു തആല ഏകനാണ്. അല്ലാഹു തആല ആരാധനക്കർഹൻ. അല്ലാഹു തആല എല്ലാം കേൾക്കുന്നു. അല്ലാഹു തആല ജീവിപ്പിക്കുന്നു. അല്ലാഹു തആല സൃഷ്ടാവ്. ഇനി നമുക്ക് നുജീബ്, ഉത്തരമെഴുതുക. 1. അല്ലാഹു തആല മാത്രമാണ് ആരാധനക്കർഹൻ. കാരണമെന്ത്? അവനാണ് സൃഷ്ടാവ്. അവനല്ലാതെ സൃഷ്ടാവില്ല. അവനല്ലാതെ പൂർണ്ണ അധികാരമുള്ളവനില്ല. എല്ലാ സൃഷ്ടികളും അവൻ്റെ അധികാരത്തിലാണ്. അവൻ ഉദ്ദേശിക്കാതെ ഒന്നും ഉണ്ടാവുകയില്ല. ഇനി ചോദ്യം നമ്പർ 2. അല്ലാഹു തആലയുടെ 5 വിശേഷണങ്ങൾ എഴുതുക. അല്ലാഹു തആല എല്ലാ നിലക്കും ഏകനാണ്. എല്ലാം അവനെ ആശ്രയിക്കുന്നു. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. ചോദ്യം 3. നാം ചെയ്യുന്ന 5 ആരാധനകളുടെ പേരെഴുതുക. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഖുർആൻ പാരായണം, സ്വതക്ക. ഇനി കൂട്ടുകാരെ, നുഇദ്ദു ഫിഖ്റത്തൻ, നമുക്ക് ഒരു ഗണ്ണിക എഴുതണം. 1. തേനീച്ചയെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക. തേനീച്ച ഒരത്ഭുത ജീവിയാണ്. നാനാവിധ പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് ഔഷധ ഗുണമുള്ള തേൻ അതുണ്ടാക്കുന്നു. അതിൻ്റെ കൂട് വലിയ അത്ഭുതമാണ്. ഏറ്റവും മെച്ചപ്പെട്ട മെഴുകുപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേൻ ഉൾക്കൊള്ളുന്ന അറകൾ അത് നിർമ്മിക്കുന്നു. വിദഗ്ധരായ എഞ്ചിനീയരെ തോൽപ്പിക്കുന്ന നിർമ്മാണം. തേനീച്ചയ്ക്ക് വഴിതെറ്റാതെ സഞ്ചരിക്കാൻ കഴിയും. പൂക്കൾ വിടരുന്ന സമയവും പൂക്കൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കണ്ടുപിടിക്കാൻ അതിന് സാധിക്കും. ഇനി അടുത്ത പേജിലേക്ക് നമുക്ക് മറിക്കാം. 2. ഉറുമ്പുകളെ നിരീക്ഷിച്ച് ഒരു കുറിപ്പെഴുതുക. കൂട്ടുകാരെ, ഉറുമ്പുകളെ നിങ്ങൾ നിരീക്ഷിക്കുക, എന്നിട്ടിത് എഴുതുക. സാമൂഹിക ജീവിതം നയിക്കുന്ന ചെറിയ ജീവികളാണ് ഉറുമ്പുകൾ. കൂട്ടമായാണ് അവ താമസിക്കുന്നത്.
6 കാലുകൾ ഉണ്ട്. ഇവക്ക് ചെവികളില്ല. കൂട്ടിൽ നിന്നും പുതിയ കൂട്ടിലേക്കും ഇര തേടാനും ഇവ വരിയായാണ് പോകുന്നത്. ധാന്യങ്ങളും മധുര പലഹാരങ്ങളുമാണ് ഇവയുടെ പ്രധാന ആഹാരം. സ്വന്തം ഭാരത്തേക്കാൾ ഭാരം ചുമക്കാൻ ഇവക്ക് കഴിയും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കുകളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് ബെല്ലൈക്കൻ അമർത്തുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തും. കൂടെ നിങ്ങൾ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്ത് നിങ്ങൾ സഹായിക്കുക, സഹകരിക്കുക. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.